ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മാഡം, ഇവിടെ എന്നെ പൂട്ടിയിട്ടിരുന്നത്. മാഡം, ഇതാ ഒരാള്. മാഡം, ഇവരുണ്ടായിരുന്നു. എന്താണ് ഇവിടെ എല്ലാരും കൂടെ പരിപാടി? ആര് പറഞ്ഞിട്ടാ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നത്? അത് ചേച്ചി പറഞ്ഞിട്ടാ. മാഡം, ഇവരിടയ്ക്കിടയ്ക്ക് ചേച്ചിയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അവരാരാണെന്ന് ചോദിക്കും മാഡം. അവരെ പിടിക്കേണ്ടത്. അവരെ പിടിക്കണോ? നിനക്ക് ആരെ കുറിച്ചാടി അറിയേണ്ടത്? ഇവന്മാരെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇവന്മാര് പറയുന്ന ചേച്ചിയുണ്ടല്ലോ, അതെന്റെ സ്വന്തം ചേച്ചിയാ. മാഡം, മാഡം ഒരു പോലീസുകാരിയായിട്ട് എന്റെ പണി എന്തെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. ഈ സിറ്റിക്കകത്തുനിന്ന് ഞങ്ങളെ വെട്ടിച്ച് നിനക്ക് പോവാൻ പറ്റില്ല. കൊണ്ട് കെട്ടിയിട അവളെ. മാഡം, മാഡം, വിട്, മാഡം, വാടിയോടെ വിട്, 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 അടങ്ങിയിരടി. എന്നെ വിടാനല്ലേ പറഞ്ഞേ? മാഡം, മാഡം, മിണ്ടാതിരിക്കടി അവിടെ. ഒച്ച വെച്ച കൊന്നുകളയും. നിന്നെയൊക്കെ എന്റെ ചേച്ചി വിശ്വസിച്ചു പോയല്ലോടാ. ഹലോ, കുറച്ചെണ്ണത്തിനെ വിശ്വസിച്ച് ഒരു പെൺകുട്ടിയെ ഏൽപ്പിച്ചിരുന്നില്ലേ? അതെ. അവൾ ആ താവളത്തിൽ നിന്ന് ചാടി. പോയോ? അവളെങ്ങനെ? അതിവിടെ കാവൽ നിന്നവന്മാരുടെ മിടുക്ക. എനിക്ക് എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കണം. അവൾ ഓടി വന്നത് എന്റെ മുന്നിലേക്കാ. എന്നിട്ട് അവളെ ഇപ്പൊ കൊണ്ടുവന്ന് ഞാൻ കെട്ടിയിട്ടതേ ഉള്ളൂ. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്ക്. സോറി മോളെ, ഞാനിപ്പോ അങ്ങോട്ട് വന്നേക്കാം. ശരി, ചേച്ചി ഇപ്പൊ വരും. ഇവളെ എന്ത് ചെയ്യണോന്ന് അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. മാഡം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തിനാ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ചേച്ചി വരുമ്പോഴേ കാര്യങ്ങളൊക്കെ നല്ല വിശദമായിട്ട് പറഞ്ഞു തരും. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാണ്ടല്ലോ, കൊന്നു കളഞ്ഞേക്ക്. വേറെ ഒന്നും നോക്കണ്ട. പിന്നെ പുറത്തിറങ്ങി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാന്ന് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതങ്ങ് നുള്ളി കളഞ്ഞേക്ക്. ഞാനുണ്ടാവും പുറത്ത്. ആന്റി, നന്ദിനിയുടെ ഫോൺ കണ്ടെത്തിയപ്പോ പോലീസുകാർ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് വ്യക്തമായി. നമ്മളെ അത് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം തുടരാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ അവളെ പോലൊരു വേലക്കാരി അന്വേഷിച്ച് പോലീസുകാർ സമയം മെനക്കെടുത്താൻ പോവോ? പോലീസുകാരുടെ അന്വേഷണം അല്ലല്ലോ പ്രധാനം. ഏട്ടൻ അന്വേഷിച്ചോണ്ടിരിക്കല്ലേ?
അവസാനം നിങ്ങൾ എല്ലാരും നോക്കിക്കോ, എവിടെ നിന്നെങ്കിലും അവളെ ഏട്ടൻ കൂട്ടിക്കൊണ്ടുവരും. നമ്മുടെ സന്തോഷത്തിനെ അത്ര ആയുസേ ഉണ്ടാവൂ. പക്ഷേ മുമ്പ് സംഭവിച്ചതുപോലെ ആവില്ല ഇത്. അവള് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാ. ആന്റി എന്താ അങ്ങനെ പറയുന്നേ? മുമ്പ് 2 തവണ അവളെ തട്ടിക്കൊണ്ടുപോയത് പരാജയപ്പെട്ടതല്ലേ? അവര് തന്നെയാണ് ഇത്തവണയും അവളെ കൊണ്ടുപോയതെങ്കിൽ അവര് നല്ല തയ്യാറെടുപ്പിലായിരിക്കും. കൊണ്ടുപോട്ടെ. അവിടെ മമ്മി എന്റെ സംശയം. അവളെ തട്ടിക്കൊണ്ടുപോയിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ? അതൊന്നും എനിക്കറിയില്ല. അവളുടെ വീരകഥകളൊക്കെ നാട്ടിൽ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. അതിലൊരുപാട് ശത്രുക്കളും ഉണ്ട്. അതിലേതെങ്കിലും ഒരുത്തനായിരിക്കും. ഈ കൊണ്ടുപോയ മണ്ടന്മാരെ അവളെയും കൊണ്ട് അലയാതിരുന്നാ മതി. കൊല്ലാനാണെങ്കിലേ കൈ കിട്ടുന്ന നിമിഷം അവർക്കങ്ങ് കൊന്നൂടെ? നീ എന്തേ പറയുന്നേ? കൊല്ലാനോ? ദേ ചേച്ചി, ഇടയ്ക്കിടയ്ക്ക് അവളുടെ കാര്യത്തിൽ കാണിക്കുന്ന ഈ സെന്റിമെന്റ്സ് ഉണ്ടല്ലോ, അതെനിക്ക് അത്രയ്ക്കങ്ങ് പിടിക്കുന്നില്ല. ഞാൻ അവൾക്ക് വേണ്ടി സംസാരിച്ചതൊന്നുമല്ല. എന്തെങ്കിലും പ്രശ്നം വന്നാ നമ്മളെ എല്ലാവരെയും അത് ഒരുപോലെ ബാധിക്കും. അതുകൊണ്ടാ. അല്ല, അവളെ കാണാനില്ല എന്നത് അവളെ കുടുംബക്കാരറിഞ്ഞു കാണുമോ? അറിഞ്ഞു കാണില്ല. അവരെ വേദനിപ്പിക്കരുതെന്ന് അച്ഛനും മോനും കൂടെ തീരുമാനിച്ചിട്ടുണ്ടാവും. എന്നാ പിന്നെ അവരെ വേദനിപ്പിക്കാന്ന് നമുക്കങ്ങ് തീരുമാനിച്ചാലോ? നമുക്ക് വിളിച്ച് പറയാം. അതൊന്നും വേണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാരും കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുക്കും. ഓ, പിന്നെ അവളെ കണ്ടു കിട്ടുന്നത് വരെ ഇവിടെ ആയിരിക്കും എല്ലാത്തിന്റെയും പൊറുതി. അത് വേണോ? അയ്യോ, അത് വേണ്ട. തൽക്കാലം നമുക്ക് കൈ കെട്ടി നോക്കിയിരിക്കാം. സൂര്യക്ക് അച്ഛനും ചെയ്യാൻ പറ്റുന്നതൊക്കെ അവര് ചെയ്യട്ടെ. അവൾക്ക് യോഗം ഉണ്ടെങ്കിൽ അവള് തിരിച്ചു വരും. ഇല്ലെങ്കിൽ അവൾ എവിടെയെങ്കിലും ചത്തു കിടക്കും. എന്ത് സംഭവിച്ചാലും നമുക്കൊന്നുമില്ല, അല്ലേ മമ്മി? എന്നെങ്കിലും ഒരു ദിവസം അവൾ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോ അതിന്റെ പേരില് സൂര്യ കുറച്ച് ബഹളം ഉണ്ടാക്കും. അതെല്ലാം ഉറപ്പാ. പക്ഷെ കുറച്ചു ദിവസം കഴിയുമ്പോ അവൻ അതെല്ലാം മറക്കും. അവന് പിന്നെ മദ്യം മാത്രമേ വേണ്ടി വരൂ. കുറച്ചാള് സഹിക്കണം. ഇന്ദ്രജെ, ആന്റിയുടെ വാക്ക് ശ്രദ്ധിച്ചോ? നന്ദിനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊരു ഉറപ്പ് ആന്റിക്ക് എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. നേരത്തെ സംശയിച്ചതിനുള്ള മറുപടി മമ്മി പറഞ്ഞതാ. വെറുതെ വീണ്ടും ചെന്ന് ഓരോന്ന് ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ ചോദിക്കുന്നൊന്നുമില്ല. എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു. അവള് പോയ കാര്യത്തിന് മമ്മിക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് മറയ്ക്കാൻ മമ്മി എന്തെങ്കിലും ചെയ്തോളൂ.